നമസ്കാരം സുഹൃത്തുക്കളെ. ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധങ്ങൾക്ക് വിരാമം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഓവൽ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിങ് സമയത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം യുദ്ധങ്ങൾക്ക് അവസാനം ഒള്ളി അമേരിക്ക ഫസ്റ്റ് പോളിസി, അമേരിക്കൻസ് പണം അമേരിക്കൻസിന് മാത്രം. 24 മണിക്കൂറും കൊണ്ട് ഞാൻ റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കും. ഐ ഹാവ് എ വെരി ക്ലവർ ഐഡിയ. അമേരിക്കൻസിന് എന്താണ് വേണ്ടത്? നിലക്കാത്ത അല്ലെങ്കിൽ ഒരു വിശ്രമം. ഈ പറയുന്ന അവസാനിക്കാത്ത യുദ്ധങ്ങളിൽ ഒരു വിശ്രമം മാത്രമാണ് അമേരിക്കൻസിന് വേണ്ടത്. അമേരിക്കൻസ് വാൻ ഈ പറയുന്ന പണം $1 ബില്യൺ ഷുഡ് ഇൻവെസ്റ്റ് ഇൻ അമേരിക്ക. പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള റഷ്യ, ചൈന, ഇവരുടെ എന്തായിരിക്കും ഇവരുടെ നിലപാട്? എന്തുകൊണ്ട് അമേരിക്കയുടെ യുദ്ധമായി മാറും ഇവൻച്വലി? ഇത് ബോംബിട്ടിരിക്കുന്നത് ഇസ്രായേൽ, തിരിച്ചടിച്ചിരിക്കുന്നത് ഇത് ഇറാൻ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് ആരുടെ യുദ്ധമായി മാറും? അമേരിക്കയുടെ യുദ്ധമായി മാറുന്ന എങ്ങനെ? എന്തുകൊണ്ട് അമേരിക്ക ഇടപെട്ടേ പറ്റൂ? ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ, ഈ പറയുന്ന ബലിസ്റ്റിക് മിസൈൽസുകൾ പായുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അമേരിക്കൻ അസറ്റ്സ് ആയിട്ടുള്ള ഈ പറയുന്ന അമേരിക്കൻ പാട്രിയോട്ട് ആയാലും അമേരിക്കൻ അസറ്റ്സ് ആയിട്ടുള്ള പെട്ട ആൾക്കാരൊക്കെ നോക്കിയിരിക്കുകയല്ല. ദേ ഓൾസോ പാർട്ട് ഓഫ് ദിസ്. അമേരിക്ക ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ അസറ്റ്സ് ഒക്കെ ട്രൈ ടു ഷൂട്ട് ഡൗൺ ഈ പറയുന്ന ബലിസ്റ്റിക് മിസൈൽസുകൾ ഷൂട്ട് ഡൗൺ ചെയ്യാൻ ഇന്റർസെപ്റ്റേഴ്സ് കൊണ്ട് ഹെൽപ്പ് ചെയ്യണം അമേരിക്കൻ പാട്രിയോട്ട്. 97% മാത്രമാണ് ഈ പറയുന്ന അയൺ ഡോമന്റ് എഫിഷ്യൻസി. അപ്പൊ അതുകൊണ്ട് 100 വിട്ടാൽ 1, 2, 3 ഒരു പക്ഷേ ടാർഗറ്റിലേക്ക് പോകും. ടു ബി വെരി വെരി ക്ലിയർ ആയിട്ട്, ഒരു പക്ഷേ ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടുപോകാനായിരിക്കും ഈ പറയുന്ന സെർട്ടൻ പോയിന്റ്സുകളിലേക്ക് ഈ പറയുന്ന മിസൈൽസുകൾ വീണിരിക്കുന്നത്. 100 തൊടുമ്പോൾ ഈ പറയുന്ന കീ ലൊക്കേഷൻസ്, അതായത് കീ ഏരിയ, അതായത് പ്രധാനമന്ത്രിയുടെ വസതി, അതോടൊപ്പം തന്നെ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ ജനവാസ ഏരിയ, ഈ ഏരിയയിലേക്ക് പോകുന്ന മിസൈൽസുകളെ ആയിരിക്കും ഇന്റർസെപ്റ്റ് ചെയ്ത് ആദ്യം തകർക്കുന്നത്. ലോ വാല്യൂ അസറ്റ്സ്, അത് ഓപ്പൺ പാർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ എന്താ പറയുന്ന ആളുകളില്ലാത്ത ഏരിയയിലേക്ക് പോകുന്ന മിസൈൽസുകളെ ലെറ്റ് ഇറ്റ് ഗോ. അങ്ങനെ 1, 2 പോയി വീണിരിക്കുന്നു. അതിലൊരെണ്ണം പോയിരിക്കുന്നത് ഈ പറയുന്ന സൈനിക കേന്ദ്രത്തിലേക്കാണ് പോയിരിക്കുന്നത് ഇസ്രായേലിന്റെ. ദേ വിൽ സ്റ്റഡി അബൌട്ട് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. എന്തുകൊണ്ട് ഇത് അമേരിക്കയുടെ യുദ്ധമായി മാറാൻ പോവുകയാണ്? മെയിൻ തിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയുടെ അസറ്റ്സ്. മിഡിൽ ഈസ്റ്റിൽ കംപ്ലീറ്റ്ലി അമേരിക്കയുടെ അസറ്റ്സ് ആണുള്ളത്. ഖത്തർ ആയാൽ പോലും, UAE ആയാൽ പോലും, അതുപോലെ സിറിയ, എവ്രിവർ അമേരിക്കൻ ബേസ് ഉണ്ട്. ലക്ഷക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാരും അമേരിക്കൻ ബേസ് ഉണ്ട്. അമേരിക്കൻ നാവികസേനയുണ്ട് ഈ പറയുന്ന കടലിടുക്കില്. സോ ഈ പറയുന്ന അമേരിക്കൻ റഷ്യയുടെ പ്രോക്സി ആയിട്ടുള്ള ഹൂതികളോ ഹമാസോ, റഷ്യയുടെ അല്ല, ഇറാന്റെ പ്രോക്സി ആയിട്ട് ഇവർ ആരെങ്കിലും അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ ഈ പറയുന്ന അമേരിക്കയുടെ ഈ പറയുന്ന നിശബ്ദത. ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഹാസ് ടു ഇൻവോൾവ്. കാരണം ഇവിടെ കൊടുങ്കാറ്റുണ്ടാകും തീർച്ചയായും. അങ്ങനെ അമേരിക്കനെ വലിച്ചുഴക്കേണ്ടി വരും യുദ്ധത്തിലേക്ക്. അതുകൊണ്ട് ഇറാന്റെ ഈ പറയുന്ന നീക്കം എന്ന് പറയും, ഇറാൻ ഇസ്രായേൽ നീക്കം തീർച്ചയായും അമേരിക്കയെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. അമേരിക്കയ്ക്ക് വന്നേ പറ്റൂ. ഇപ്പൊ നിശബ്ദമായി നിന്നുകൊണ്ട് ജസ്റ്റ് പ്രൊവൈഡിങ് ലൈക്ക് സ്ട്രാറ്റജി ഹെൽപ്പോ അല്ലെങ്കിൽ ഷൂട്ട് ഡൗൺ ചെയ്യാൻ ഹെൽപ്പോ, പക്ഷേ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അമേരിക്കയ്ക്ക് വരും. ഏതെങ്കിലും ഒരു ബേസിലെ ആക്രമിച്ചാൽ ഹൂതിയോകളോ ഹമാസോ അല്ലെങ്കിൽ ഇറാൻ നേരിട്ടോ. രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഫോറിൻ പോളിസി ഫെയിൽ ആയിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 6 മാസമായിട്ട് 6 വട്ടമാണ് ഇവർ ചർച്ച നടത്തിയിരിക്കുന്നത്. ഇറാനാണ് അമേരിക്ക. ആരായിരുന്നു പങ്കാളികൾ? എഡ്രോഗൻ ഫ്രം ടർക്കി ആൻഡ് ഓൾസോ ഫ്രം യൂറോപ്പ്. 6 പ്രാവശ്യം ചർച്ച ഫെയിൽ ആയിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുന്നു. ഇനിയൊരു അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. സോ ദിസ് ഇസ് ലൈക്ക് എ ഫെയിൽ. അമേരിക്കൻ ഫോറിൻ പോളിസി, അമേരിക്കയുടെ പോളിസി ഫെയിൽ ആയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇറാൻ പറയുന്നു, ട്രംപ് ഇന്നൊരു ഒരു വാക്ക് സംസാരിക്കുന്നു, നാളെ തിരിച്ചു പറയുന്നു. ട്രംപിന്റെ വാക്ക് കേട്ട് ഈ പറയുന്ന യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള നോർത്ത് കൊറിയയും ചൈനയും പിന്മാറും. കാരണം നൗ ചൈന ആരാ സപ്ലൈ ചെയ്യുന്നത്? ഈ പറയുന്ന സോഡിയം പെക്കോളേറ്റ് ആണ് ഈ പറയുന്ന ബലിസ്റ്റിക് മിസൈൽസിനെ പ്രൊപ്പൽ ചെയ്യുന്നത്. കാരണം എൻജിൻസ് ആര് കൊടുക്കുന്നു? നോർത്ത് കൊറിയ കൊടുക്കുന്നു. ഇതിന് സോഡിയം കൊടുക്കുന്നത് ചൈന. അപ്പൊ ഇവർ രണ്ടുമാരും ബലിസ്റ്റിക് മിസൈൽസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് റഷ്യ. ഈ 3 രാജ്യങ്ങളും ഇടയുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? മൂന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് അമേരിക്കയിൽ വരും. കാരണം ഈ യുദ്ധത്തിന് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ശബ്ദം ഉയർത്തി തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അമേരിക്ക ഈ പറഞ്ഞ യുദ്ധത്തിലേക്ക് പോകുന്നു എന്നാണ് അവരുടെ ചോദ്യം എന്ന് പറയുന്നത്. അമേരിക്കയുടെ ആവശ്യം എന്താണ്? റിപ്പബ്ലിക്കൻ ഭരണപാർട്ടി ഈസ് ലോബീഡ് ബൈ ഒരുപക്ഷെ ജൂഷ് ആയിരിക്കാം. അവരൊരുപക്ഷെ ശബ്ദം ഉയർത്തില്ല. പ്രതിപക്ഷ പാർട്ടിയിൽ അവസരം തീർച്ചയായിട്ടും ഉളവാക്കും. നാലാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ പോളിസി ആയിട്ടുള്ള മൂവ് അവേ ഫ്രം മിഡിൽ ഈസ്റ്റ്. അമേരിക്കയ്ക്ക് ഇനി മിഡിൽ ഈസ്റ്റിലെ ഒരു സൗഹൃദ രാജ്യമാക്കാൻ താല്പര്യം. 2000-ന്റെ തുടക്കത്തിൽ ജോർജ് ബുഷിന്റെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു കലാപ ഭൂമിയാക്കി മാറ്റി. 90-ൽ ആരംഭിച്ചിരിക്കുന്നു.
ഇപ്പോൾ ട്രംപിന്റെ പോളിസി, ബൈഡൻ പോളിസി എന്ന് പറഞ്ഞാൽ മൂവ് അവേ ഫ്രം മിഡിൽ ഈസ്റ്റിനെ ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുക. ലൈക്ക് അദ്ദേഹം അവിടെ പോയിരുന്നു, അവിടെ ഡീൽ സൈൻ ചെയ്യുക, മൂവ് ടു റഷ്യ ആൻഡ് ഇൻഡോ പസഫിക്, റഷ്യയും ചൈനയും കൗണ്ടർ ചെയ്യാനായിട്ട് ഇൻഡോ പസഫിക് ഏരിയയിലേക്ക് മൂവ് ചെയ്യുക. അതാണ് അവരുടെ നയം എന്ന് പറയുന്നത്. 10 വർഷമായി. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ അവർ പിന്മാറിയിരിക്കുന്നത്. കഴിഞ്ഞൊരു 5-10 വർഷമായി അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ്സ് അവിടെ ഒഴിവാക്കി അമേരിക്ക വരാൻ കാരണം അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റ് താല്പര്യമില്ല. ലോങ് ടേം ഗോൾ ഈസ് ഇൻഡോ പസഫിക്. ആ ഇൻഡോ പസഫിക്കിലേക്ക് പോകാൻ സാധിക്കില്ല. നൗ അവരവിടെ തിരിച്ചു വരികയാണ് വീണ്ടും അവിടേക്ക്. അവരുടെ ഫുൾ അസറ്റ്സ്, അവരുടെ ഫുൾ മിലിറ്ററി ലോജിസ്റ്റിക്സും മിലിറ്ററി അസറ്റ്സുകളും തിരിച്ചു വീണ്ടും കൊണ്ടുവരിക മിഡിൽ ഈസ്റ്റിലേക്ക്. അപ്പോൾ ആരാ സന്തോഷിക്കുന്നത്? ഹെൽപ്പ് കിട്ടുന്നത് ചൈനയാണ്. ചൈന നിശബ്ദമായി നിന്ന് ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓയിൽ പ്രൈസ്. 20% ഈ പറയുന്ന ഓയിൽ കടന്നു പോകുന്നത് ഈ പറയുന്ന ഹോർമുസ് കൂടിയാണ്, സ്റ്റേറ്റ് ഓഫ് ഹോർമുസ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ 10% ഓയിൽ വില കൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡോളർ വാല്യൂ കുതിക്കുന്നു, മറ്റു രാജ്യങ്ങളുടെ കറൻസി താഴേക്ക് പോകുന്നു, സ്വർണ്ണ വില കുതിക്കുന്നു. ഇത് ഇൻഫ്ലേഷൻ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ. അമേരിക്കയിൽ പോലും മിഡ് ടേം ഇലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് പിടിച്ചു നിൽക്കുക അസാധ്യമാണ് വരും ദിവസങ്ങളിൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. എനിക്ക് തോന്നുന്നു അമേരിക്ക എന്തുകൊണ്ട് ഈ പറഞ്ഞ യുദ്ധത്തിൽ ഇടപെട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഇടപെടും. ഞാൻ പറയാം, വഷളാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രംപ് മാത്രമാണോ? കാരണം ട്രംപിന്റെ സ്ഥിരതയില്ലായ്മയാണോ? അദ്ദേഹത്തിന് ആരാണ് യഥാർത്ഥത്തിൽ ആവേണ്ടത്? ഒരു കിങ് മേക്കർ, പീസ് മേക്കർ, ഡീൽ മേക്കർ, ആരുമാണ് അദ്ദേഹത്തിന്റെ റോൾ? എന്താണ് അദ്ദേഹത്തിന്? ഒരു പീസ് മേക്കർ ആക്കണമെങ്കിൽ അദ്ദേഹം ശക്തമായി സംസാരിക്കണം രണ്ടു കൂട്ടരോടും. ടോക്ക് ടു ഇസ്രായേൽ, ടോക്ക് ടു ഇറാൻ, ഡീൽ ഇറ്റ് അവേ. അഥവാ അദ്ദേഹത്തിന് ഒരു എന്താ പറയുന്നത്, അദ്ദേഹം തിരിച്ചടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം അതുപോലെ സംസാരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ തിരിച്ചടി കൂടി നേരിടാൻ അദ്ദേഹം തയ്യാറാകണം. അത് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹം സംസാരിക്കുന്ന ട്രൂത്ത് സോഷ്യൽ, അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നു, ആർമി ജനറലെ പോലെ സംസാരിക്കുന്നു, അടിച്ചു കൊന്നു, സൂപ്പർ, ഞാനെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ആളുകൾ പറയുന്നു അമേരിക്കയ്ക്ക് ഇതൊരു യാതൊരു ബന്ധവുമില്ല. ഇതാണ് സെയിം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ. കാരണം അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പറയുന്നു എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല, ഇത് ഇന്ത്യ പാകിസ്ഥാൻ ആഭ്യന്തര വിഷയം മാത്രമാണ്. പക്ഷെ ട്രംപ് പറയുന്നു ഞാനാണ് എല്ലാം ഡീൽ മേക്കർ. അദ്ദേഹത്തിന് ഡീൽ മേക്കാൻ ആഗ്രഹമാണ്. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. അമേരിക്ക ആരാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്? ഈ പറയുന്ന ഡീൽ മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രംപോ, അതോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ വേറെ ചിലരോ? കാരണം ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഫലവത്താവുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു സ്ഥിരതയില്ല. കാരണം അദ്ദേഹം ഓരോ ദിവസവും സ്റ്റേറ്റ്മെന്റ് മാറ്റുമ്പോൾ ഈ പറയുന്ന യുദ്ധത്തിലേക്ക്, കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് മെയിൻ കാരണം ഇത് എത്രയും പെട്ടെന്ന് ഇസ്രായേലിന് അറ്റാക്ക് ചെയ്തേ പറ്റൂ. കാരണം ഇസ്രായേലിന് വിശ്വാസത്തിലെടുക്കാനായിട്ട് ട്രംപിന് സാധിച്ചില്ല. കാരണം ഈ പറയുന്ന ഡീൽ, ഈ പറയുന്ന അവരുടെ ഈ പറഞ്ഞ ചർച്ചകൾ വഴിമുട്ടാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ സ്ഥിരതയില്ലായ്മയാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ട്രംപിന് ഈ പറയുന്ന ഇസ്രായേലിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇസ്രായേലിന് അംഗീകരിക്കാൻ സാധിക്കില്ല ട്രംപിന്റെ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ബ്രേക്കുകൾ. സോ ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ ക്യൂസ്. അതായത് ഒരു വലിയൊരു കലാപം എന്നല്ല, ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ. വരും ദിവസം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കുറിക്കുക. എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകാനുള്ള മെയിൻ കാരണം?